നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം എലമെന്റിന് പ്രധാനപ്പെട്ട റോളുണ്ട്. നമ്മുടെ എല്ലിന്റെയും പല്ലിന്റെയും ഒക്കെ ബലത്തിന് കാൽഷ്യം അത്യാവശ്യമാണ്. നമ്മുടെ ബോഡിയിൽ കാൽഷ്യം കുറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? കാൽഷ്യത്തിന്റെ മെറ്റബോളിസം നിയന്ത്രിക്കുന്നത് പാരതൈറോയ്ഡ് ഹോർമോൺസ് ആണ്. 50 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളിലൊക്കെ എല്ലൊക്കെ പെട്ടെന്ന് പൊട്ടാൻ കാരണമാവുന്നത് കാൽഷ്യത്തിന്റെ കുറവ് കാരണമാണ്. സ്ത്രീകളിൽ മെനോപോസ് എത്തിയതിനു ശേഷം കാൽഷ്യത്തിന്റെ ലെവൽ കുറയുന്നതായിട്ട് കാണപ്പെടുന്നു. വരണ്ട ചർമ്മവും ഡിപ്രഷനും മസിൽ ക്രാംസും മുടി കൊഴിച്ചിലും അതുപോലെ തന്നെ എല്ലിന്റെ ബലം കുറയുന്നതുമൊക്കെ കാൽഷ്യം കുറയുന്നതിന്റെ ലക്ഷണങ്ങളാണ്. നമ്മുടെ ബോഡിയിലെ പാരാതൈറോയ്ഡ് ഹോർമോൺസ് കുറഞ്ഞു കഴിഞ്ഞാലാണ് കാൽഷ്യം ലെവൽ കുറയുക. ഇതിനാണ് ഹൈപ്പോ പാരാതൈറോയിഡിസം എന്ന് പറയുന്നത്. കാൽഷ്യത്തിന്റെയും വൈറ്റമിൻ D3യുടെയും എല്ലാം ലെവൽ നിയന്ത്രിക്കുന്നതിൽ കിഡ്നിക്ക് നല്ല റോൾ ഉണ്ട്. അപ്പോൾ കിഡ്നിക്ക് വല്ല തകരാറ് സംഭവിച്ചാൽ കാൽഷ്യത്തിന്റെ ലെവൽ കുറയാം. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസിയും ലോങ് ടൈം ആയിട്ട് സ്റ്റിറോയിഡ് യൂസ് ചെയ്യുന്നതുമെല്ലാം കാൽഷ്യം ലെവൽ കുറയാൻ കാരണമായേക്കാം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കാൽഷ്യം ലെവൽ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ടത് എന്തൊക്കെയാണ്? നമ്മുടെ ഡയറ്റിൽ പാൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ ആപ്രിക്കോട്ട്, കിവി, ബെറി ഐറ്റംസ് ആയ സ്ട്രോബെറി, ബ്ലൂബെറി, മൾബെറി പോലത്തത്, അതുപോലെ തന്നെ ഓറഞ്ച്, പപ്പായ, പൈനാപ്പിൾ പോലത്തെ ഫ്രൂട്ട്സും ഗ്രേപ്സും ആൽമണ്ടും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് നമുക്ക് കാൽഷ്യം ലെവൽ ഇൻക്രീസ് ചെയ്യാം. അതുപോലെ തന്നെ ചീരയും സോയാബീനും എല്ലാം മീൽസിൽ ഉൾപ്പെടുത്തുമ്പോൾ നമുക്ക് നമ്മുടെ ബോഡിയിലെ കാൽഷ്യം ലെവൽ കൂട്ടാൻ സഹായിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ മെഡിക്കൽ റിലേറ്റഡ് വീഡിയോസ് ഇനിയും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക.